ഹലോ എവ്രി വൺ, വെൽക്കം ടു EGS B.Ed ക്ലാസ്സസ്. ഇന്നത്തെ ക്ലാസ്സിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന പേപ്പറിലെ 3rd യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഈ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ടും പൊല്യൂഷൻ, ഹസാർഡ്, ഡിസാസ്റ്റർ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എങ്ങനെയൊക്കെയാണ് നമ്മൾ നടപ്പിലാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പേപ്പർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കാരണം നിങ്ങൾക്ക് അറിയാലോ, 3rd സെമിസ്റ്ററിൽ നിങ്ങൾക്ക് റെക്കോർഡ്സുകൾ എഴുതാനുണ്ട്. അതിൽ പെട്ടിട്ടുള്ള എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന റെക്കോർഡിൽ മെയിൻ ആയിട്ട് വരുന്ന കണ്ടന്റ് ഏരിയാസുകളൊക്കെ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൂടെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് എൻവയോൺമെന്റൽ ഡീഗ്രേഡേഷൻ എന്ന. എന്തായിരിക്കും ഡീഗ്രേഡേഷൻ എന്ന് പറഞ്ഞാല്? It is nothing but the deterioration of the quality of the environment at local, national and international level. നമ്മൾ പറയൂലേ, നമ്മുടെ സറൗണ്ടിങ്സിന് ഒരു ക്വാളിറ്റി ഉണ്ടല്ലേ, അതായത് ഓരോ പെർട്ടിക്കുലർ കമ്പോണന്റും ഇത്ര തോതിൽ വേണം എന്നുള്ള രീതിക്ക് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉള്ള ഒരു പാർട്ടാണല്ലേ നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാല്. അതിലുള്ള ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിക്ക് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റ് എന്താവും? അതിന്റെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു എൻവയോൺമെന്റിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, എൻവയോൺമെന്റൽ ഡീഗ്രേഡേഷൻ എന്ന് പറയാം. ദ ഓവറോൾ ലോവറിംഗ് ഓഫ് ദ എൻവയോൺമെന്റൽ ക്വാളിറ്റീസ് ബിക്കോസ് ഓഫ് അഡ്വേഴ്സ് ചേഞ്ചസ് ബ്രോട്ട് ഇൻ നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇൻ ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കമ്പോണന്റ് ഓഫ് എൻവയോൺമെന്റ് to such an extent that these adverse changes drastically affect all biological communities in general and human society in particular. എന്താ പറഞ്ഞേ, നമ്മുടെ ഡീഗ്രേഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്ന പ്രോസസ്സിനെയാണ് എൻവയോൺമെന്റൽ ഡീഗ്രേഡേഷൻ എന്ന് പറയാല്ലേ. എങ്ങനെയാ ക്വാളിറ്റി നഷ്ടപ്പെടുക? നാച്ചുറൽ ആയിട്ടും ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുക, ഈ എൻവയോൺമെന്റിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുക അല്ലെ. അങ്ങനെ എൻവയോൺമെന്റിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ് നമ്മൾ എന്താ പറയാ, എൻവയോൺമെന്റ് ഡീഗ്രേഡ് ചെയ്ത് പറയാം അല്ലെ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് കേൾക്കാൻ പോകുന്ന കുറച്ച് വേർഡ്സ് ആണ് പൊല്യൂഷൻ, ഡിഗ്രഡേഷൻ, ഹസാർഡ്സ്, ഡിസാസ്റ്റർ എന്നൊക്കെ ഉള്ളത്. അപ്പൊ കേൾക്കുമ്പോൾ ഏകദേശം ഒരുപോലെ തോന്നുമെങ്കിലും അത് തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണ് ചെറിയ ചെറിയ ഡിഫറൻസ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്കറിയാം അല്ലെ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അങ്ങനെ ഒരുപാട് പൊല്യൂഷൻസുകൾ നമ്മൾ കേട്ട് പരിചയമുണ്ട് അല്ലെ. അപ്പൊ എന്താ ഈ പൊല്യൂഷൻ എന്ന് പറഞ്ഞാല്? പൊല്യൂഷൻ ഈസ് എ കോസ് ഫോർ ഡീഗ്രഡേഷൻ ഓഫ് എൻവയോൺമെന്റ്. നമ്മുടെ എൻവയോൺമെന്റ് നശിക്കുന്നതിന്റെ ഒരു കാരണം, മെയിൻ ആയിട്ടുള്ള കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊല്യൂഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ഡീഗ്രഡേഷൻ ഓഫ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഈസ് കോസ്ഡ് ബൈ ദ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ എന്ന് പറയാം. ഓക്കെ, പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ആ ഒരു ബാലൻസിനെ ഇംബാലൻസ് ആക്കുന്ന രീതിക്കുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ പൊല്യൂഷൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി എന്താ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാല്? ഹസാർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സഡൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ്, അതായത് ഒരു സഡൻ ആയിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്ററുകളൊക്കെയാണ് നമ്മൾ ഹസാർഡ്സ് എന്ന് പറയാം. ഓക്കെ, ദ എക്കോളജിക്കൽ ഇംബാലൻസ് ഈസ് എ സയൻസ് ഓഫ് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ. നമ്മുടെ എക്കോളജിക്ക് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിന്റെ എന്തെങ്കിലും ഇംബാലൻസ് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മൾ കാണുകയാണെങ്കിൽ, അതൊക്കെ നമ്മുടെ എൻവയോൺമെന്റ് ഡിഗ്രഡേഷനിലാണ് എന്നുള്ളതിനെ ഇംപ്ലൈ ചെയ്യുന്ന സയൻസുകളാണ്. ഓക്കെ, എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻവയോൺമെന്റൽ പൊല്യൂഷനെ വെച്ച് നോക്കുമ്പോൾ ഒരു വൈഡ് കൺസെപ്റ്റ് ആണ്. കാരണം എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പൊല്യൂഷൻ ആയിരിക്കും അല്ലെ. ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു സറൗണ്ടിങ്സിന്റെ എക്കോളജിക്കൽ ബാലൻസിനെ തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ഡീഗ്രഡേഷൻ ആയിട്ട് വരിക. ഓക്കെ, ബോത്ത് നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്തിനും കാരണമാകുന്നുണ്ട്, എൻവയോൺമെന്റൽ ഡീഗ്രഡേഷന് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷന് മെയിൻ ആയിട്ട് കാരണം, എന്തൊക്കെയാണ് അതിന്റെ കോസസ് എന്നാണ് നോക്കുന്നത്. ദ ഡെവലപ്മെന്റ് ഓഫ് മോഡേൺ ടെക്നോളജീസ്. മോഡേൺ ടെക്നോളജികളുടെ വരവോടുകൂടെ നമ്മുടെ യൂഷ്വലി ഒരുപാട് ഫാക്ടറീസ് വന്നു, ഒരുപാട് എന്ത് ചെയ്യുന്നു, ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ വന്നതോടുകൂടി ഒരുപാട് ഫാക്ടറീസ്, ഒരുപാട് ബിൽഡിങ്സ്, കാര്യങ്ങൾ, പിന്നെ ഒരുപാട് മോഡേൺ ആയിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ കണ്ടുപിടിക്കുക, അതൊക്കെ വന്നു അല്ലെ. പക്ഷെ അതോടൊപ്പം തന്നെ എന്ത് വന്നു, വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഒരുപാട് ഡംപ് ചെയ്യുന്ന രീതിക്ക് ആയില്ലേ. നേച്ചറിലോട്ട് ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഡംപ് ചെയ്യാൻ തുടങ്ങി.
അതോടുകൂടി നമ്മുടെ നേച്ചറിന്റെ നോർമൽ ആയിട്ടുള്ള ആ ഒരു ബാലൻസ് ഇല്ലാണ്ടായി തുടങ്ങി അല്ലെ. അങ്ങനെയാണ് ഡെവലപ്മെന്റ് ഓഫ് മോഡേൺ ടെക്നോളജീസ് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷന് കാരണമാകുന്നത്. ദ ഇൻക്രീസ് ഇൻ ഹ്യൂമൻ പോപ്പുലേഷൻ കൂടുന്നതോടുകൂടി എന്ത് ചെയ്തു, അവര് നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടിയില്ലേ. അപ്പൊ അതൊക്കെ എന്തിന് കാരണമാകുന്നുണ്ട്, എൻവയോൺമെന്റൽ ഡിഗ്രഡേഷന് കാരണമാകുന്നുണ്ട്. ഹൈ പ്രഷർ ഓൺ നാച്ചുറൽ റിസോഴ്സസ്, ഹൈ റേറ്റ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, growing industries and factories, increasing settlements and urbanization, and development of economic function of man. ഇത്രയും കാര്യങ്ങളാണ് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷന് കാരണമാകുന്നതിലെ കോസുകളായിട്ട് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ, നമ്മുടെ എൻവയോൺമെന്റിന് ഒരു ഹോമിയോസ്റ്റാറ്റിക് മെക്കാനിസം ഉണ്ട്. ഹോമിയോസ്റ്റാറ്റിക് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എൻവയോൺമെന്റിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ എൻവയോൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, സെൽഫ് റെഗുലേറ്ററി മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്തിട്ട് ആ ഒരു പ്രോബ്ലത്തിന്റെ എഫക്റ്റ് റെഡ്യൂസ് ചെയ്തിട്ട് അതൊരു നോർമൽ ലെവലിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു കഴിവുണ്ട്. അതാണ് ഹോമിയോസ്റ്റാറ്റിക് മെക്കാനിസം എന്ന് പറയാം. അതായത് ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എൻവയോൺമെന്റിന്റെ ഒരു പാർട്ടിൽ എന്ത് ചെയ്തു, സോയിലിലെ ആൽക്കലിനിറ്റി അല്ലെങ്കിൽ എന്താ അസിഡിറ്റി കൂടി എന്ന് വിചാരിക്കുക. അപ്പൊ ബാക്കിയുള്ള കമ്പോണന്റുകൾ എന്ത് ചെയ്യും, റീഅറേഞ്ച് ചെയ്തിട്ട് അതിനെ കുറക്കും. അപ്പൊ അങ്ങനെ സെൽഫ് റെഗുലേറ്ററി മെക്കാനിസം ഉണ്ട് നമ്മുടെ എൻവയോൺമെന്റിന്. അതിനെയാണ് ഹോമിയോസ്റ്റാറ്റിക് മെക്കാനിസം എന്ന് പറയാം. പക്ഷെ നമ്മുടെ ഈ ഓവർ ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനും ഓവർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ മൂലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെൽഫ് റെഗുലേറ്ററി സിസ്റ്റം ആയിട്ടുള്ള ഹോമിയോസ്റ്റാറ്റിക് മെക്കാനിസം ആക്ട് ചെയ്യാൻ കഴിയാത്ത ഒരു രീതിക്ക് എത്തും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ നടന്നു എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ നോക്കുമ്പോൾ എൻവയോൺമെന്റൽ ഡിഗ്രഡേഷനെ മെയിൻലി 2 ടൈപ്സ് ആയിട്ട് നമുക്ക് തിരിക്കാം, പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ്. പൊല്യൂഷനിൽ ഫിസിക്കൽ പൊല്യൂഷനും ഉണ്ട്, അതായത് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, അതൊക്കെയാണ് ഫിസിക്കൽ പൊല്യൂഷന്റെ അണ്ടറിൽ വരുന്നത്. ഇനി സോഷ്യൽ പൊല്യൂഷൻ ഉണ്ട്, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, സോഷ്യോളജിക്കൽ പോപ്പുലേഷൻ പൊല്യൂഷൻ, എക്കണോമിക് പൊല്യൂഷൻ, അതൊക്കെയാണ് സോഷ്യൽ പൊല്യൂഷനിൽ വരുന്നത്. ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇനി എൻവയോൺമെന്റൽ ഹസാർഡ്സ് നോക്കുമ്പോൾ നാച്ചുറൽ ഹസാർഡ്സ് ഉണ്ട്, മാൻമെയ്ഡ് ഹസാർഡ്സ് ഉണ്ട്. നാച്ചുറൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എർത്ത് ലാൻഡ് സ്ലൈഡ് പോലെയുള്ള നാച്ചുറൽ ഫിനോമിനൻസ് മൂലം ഉണ്ടാകുന്ന ഹസാർഡ്സ്. ഇനി മാൻ മെയ്ഡ് ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ, കെമിക്കൽ, സോഷ്യൽ രീതിക്ക്, അതായത് മാന്റെ ആക്ടിവിറ്റീസ് മൂലം ഉണ്ടാകുന്ന ഹസാർഡ്സുകളെയാണ് നമ്മൾ മാൻ ഇൻഡ്യൂസ്ഡ് ഹസാർഡ്സ് എന്ന് പറയാം. ഇനി എന്താണ് പൊല്യൂഷൻ എന്നുള്ളത് നോക്കാം അല്ലെ. പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊല്യൂഷൻ ഈസ് എനിത്തിങ് ദാറ്റ് ഈസ് റിലീസ്ഡ് ഇൻ ടു ദ എൻവയോൺമെന്റ് വിച്ച് ഡീഗ്രേഡ്സ്, അതായത് എൻവയോൺമെന്റിലെ ഡീഗ്രേഡ് ചെയ്യുന്ന ഏതൊരു കോസിനെയും നമുക്ക് എന്ത് പറയാം, പൊല്യൂഷൻ എന്ന് പറയാം അല്ലെ. പൊല്യൂഷൻ ഈസ് എ മാറ്റർ ഇൻ എ റോങ് പ്ലേസ്, അതായത് മാറ്റർ ഒരു റോങ് പ്ലേസിൽ വരുന്നതിനെയും നമുക്ക് പൊല്യൂഷൻ എന്ന് പറയാം അല്ലെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ചിലപ്പോൾ നല്ല ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് എടുക്കുക, മെർക്കുറി എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് അതിൻ്റെതായിട്ടുള്ള പ്ലേസിൽ നിൽക്കുമ്പോൾ അതെന്താണ്, ആ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലെവലിലാവുമ്പോൾ അതൊരു കോമ്പൗണ്ട്, ആ ഒരു പ്രോബ്ലം ഉള്ള സംഭവം അല്ല അല്ലെ. പക്ഷെ അത് ഓവർ ആയി കഴിഞ്ഞാൽ അതെന്താവും, പൊല്യൂഷൻ ആയി മാറും. ഇപ്പൊ നമ്മൾ പറയും, ഇപ്പൊ നമ്മൾ സീവേജ് ഒക്കെ നമ്മൾ സീലോട്ടൊക്കെ ഡംപ് ചെയ്യൂലേ, അതൊരു പെർട്ടിക്കുലർ എമൗണ്ട് വരെ അത് എന്താണ്, സീക്ക് നല്ലതാണ്. കടലിലോട്ട് നമ്മൾ ഡംപ് ചെയ്യുമ്പോൾ അത് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് വരെ അത് നല്ലതാണ്. അതിന്റെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ എന്താ അതിൻ്റെതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്പോണന്റുകളെയൊക്കെ ബാലൻസ് ചെയ്യാനൊക്കെ അത് നല്ലതാണ്. പക്ഷെ അത് ഓവറായിട്ട് നമ്മൾ സീവേജ് വേസ്റ്റുകളൊക്കെ ഡംപ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് പൊല്യൂഷൻ ആയി മാറുന്നത്. അപ്പൊ ഒരു മാറ്റർ റോങ് പ്ലേസിൽ വെക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ, പൊല്യൂഷൻ എന്ന് പറയാം. പൊല്യൂഷൻ ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ദ ഡെലിബറേറ്റ് ഓർ ആക്സിഡന്റൽ കണ്ടാമിനേഷൻ ഓഫ് ദ എൻവയോൺമെന്റ് വിത്ത് മാൻസ് വേസ്റ്റ്. ഓക്കെ, ഇനി എൻവയോൺമെന്റൽ പൊല്യൂട്ടൻസ്. പൊല്യൂട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ, പൊല്യൂഷൻ നടത്തുന്ന വസ്തുക്കളെയാണ് നമ്മൾ പൊല്യൂട്ടന്റ് എന്ന് പറയാം അല്ലെ. എന്തൊക്കെയാ പൊല്യൂട്ടന്റ് ആയിട്ട് വരിക, ഡെപ്പോസിറ്റഡ് മാറ്റർ സച്ച് ആസ് ഡസ്റ്റ്, സ്മോക്ക്, ടാർ, ഗ്രിറ്റ്, സ്പൂട്ട്, അതൊക്കെ എന്താണ്, പൊല്യൂഷൻ ആണ്. ഗ്യാസസ് അല്ലെ, സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പോലെയുള്ള ഗ്യാസുകളൊക്കെ എന്താണ്, പൊല്യൂട്ടന്റ് ആണ്. പിന്നെ എന്തുണ്ട്, കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട് അല്ലെ, ആൽഡിഹൈഡ്, ഫ്ലൂറൈഡ്സ്, ഡിറ്റർജൻസ്, അതൊക്കെ എന്താണ്, പൊല്യൂട്ടന്റ് ആണ്. ചില മെറ്റൽസ് അല്ലെ, ലെഡ്, അയൺ, സിങ്ക്, മെർക്കുറി, അതൊക്കെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലേസുകളിൽ എന്താണ്, പൊല്യൂട്ടന്റ് ആണ്. സീവേജ്, റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്, അഗ്രോകെമിക്കൽ ലൈക്ക് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ഫംഗിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്, ഫോട്ടോകെമിക്കൽ ഓക്സിഡൻസ്, നോയിസ് ആൻഡ് ഹീറ്റ്, അതൊക്കെ എന്താണ്, പൊല്യൂട്ടന്റ് ആണ് അല്ലെ. പൊല്യൂട്ടന്റ് എന്ന് പറഞ്ഞാൽ പൊല്യൂഷന് കോസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ,
ഇനി ടൈപ്പ് ഓഫ് പൊല്യൂട്ടൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻലി 2 ടൈപ്സ് ഉണ്ട്, ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടന്റ് ആൻഡ് ഡീഗ്രേഡബിൾ പൊല്യൂട്ടന്റ്. എന്താ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഉള്ള ഡൊമസ്റ്റിക് വേസ്റ്റുകളൊക്കെ അല്ലേ, അതൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് പോകൂലേ. അങ്ങനെ ഡീകമ്പോസ് ചെയ്ത് പോകുന്ന പൊല്യൂട്ടന്റുകളെയാണ് നമ്മൾ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടന്റ് എന്ന് പറയാം. അപ്പൊ എന്തുകൊണ്ടാണ് ഡീഗ്രേഡബിൾ ചെയ്ത് പോയിട്ടും അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്ത് പോയിട്ടും അതിനെ നമ്മൾ പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത്? ഒരു പെർട്ടിക്കുലർ എമൗണ്ട് വരെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ഡിഗ്രേഡ് ചെയ്ത് പോകുമ്പോൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് സംഭവം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാം ഓക്കെ എന്ന് പറയാം. അതായത് നമ്മുടെ ഡൊമസ്റ്റിക് വേസ്റ്റുകളൊക്കെ നമ്മുടെ മണ്ണിന് നല്ലതാണ് അല്ലെ, അതായത് പ്ലാസ്റ്റിക്കുകളും നല്ല നോർമലി നമ്മുടെ ഫുഡിന്റെ വേസ്റ്റുകളൊക്കെ നമ്മുടെ എന്താണ് മണ്ണിനൊക്കെ നല്ല, സോയിലൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് ഓവറായിട്ട് ഡംപ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് ഡിഗ്രേഡ് ചെയ്യാൻ സമയം എടുക്കും, ഡികമ്പോസ് ചെയ്യാൻ സമയം എടുക്കും, ഓവറായിട്ട് ഫെർട്ടൈൽ ആവും ലാൻഡ്. ഓവറായി ഫെർട്ടൈൽ ആയാലും പ്രശ്നം തന്നെയാണ് അല്ലെ. പിന്നെ എന്തുണ്ടായിരിക്കും, സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് അല്ലെ. അപ്പൊ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടന്റ് എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് വേസ്റ്റുകളൊക്കെയാണ് വരെ ഡീകമ്പോസ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള പൊല്യൂട്ടന്റുകളെയാണ് നമ്മൾ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടന്റ് എന്ന് പറയാം. സീവേജ്, യൂസ്ഡ് പേപ്പർ കപ്സ്, അതൊക്കെ എന്താണ് ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടന്റ് ആണ്. അത് നോർമൽ ലെവലിൽ വരുമ്പോൾ അതെന്താണ് ഒരു പൊല്യൂട്ടന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അത് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അത് ഒരുപാട് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, അതൊരു പൊല്യൂട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടന്റ് ഉണ്ട് അല്ലെ, അതെന്തായിരിക്കും, പെട്ടെന്നൊന്നും ഡീഗ്രേഡ് ചെയ്ത് പോവാത്ത പോയിസണസ് സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയാ, നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടന്റ് എന്ന് പറയാം. നമ്മുടെ പ്ലാസ്റ്റിക്, പോളിത്തീൻ, PVC, DDT പോലെയുള്ളതൊക്കെ ഇതിൽ വരുന്നതാണ് നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടന്റിൽ വരുന്നത്. ഇനി ബേസിക് കോസ്റ്റ് ഓഫ് പൊല്യൂഷൻ എന്തൊക്കെയാണ് നമുക്കൊരു ഡാമേജ്, എന്തൊക്കെ നഷ്ടങ്ങളാണ് നമുക്ക് വരുത്തുന്നത്? നമ്മുടെ ക്രോപ്പ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, ഡാമേജ് ആവില്ലേ. അതുപോലെ തന്നെ അൺനെസസറി ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ കാരണം നമ്മുടെ റിസോഴ്സുകളൊക്കെ കുറയാൻ എന്ത് ചെയ്യും, കാരണമാവില്ലേ. പിന്നെന്താ, ഹെൽത്ത്, നമുക്കറിയാം മെഡിക്കൽ കെയർ, ഹെൽത്തിലൊക്കെ ഒരുപാട് ഡിസീസസ് ഒക്കെ ഒരുപാട് വരുന്നതുകൊണ്ട് തന്നെ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെ. പിന്നെ എന്താ, നമ്മുടെ സോയിലിന്റെ ടെക്സ്ചറിന് വ്യത്യാസം വരും. അതുപോലെ മെറ്റൽസിന്റെ ഒക്കെ കൊറോഷൻ ഒക്കെ, ഓവറായിട്ട് പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയറിലൊക്കെ നിൽക്കുന്ന മെറ്റൽസുകൾ ഒക്കെ എന്താവും, പെട്ടെന്ന് കൊറോഷൻ ഒക്കെ സംഭവിക്കും അല്ലെ. പിന്നെന്താ, പിന്നെ പൊല്യൂഷനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരുപാട് മാൻ പവറും മണി പവറും ഒക്കെ ആവശ്യമുണ്ട്. ഇതൊക്കെയാണ് ബേസിക് കോസ്റ്റ് ഓഫ് പൊല്യൂഷൻ എന്നുള്ള പാർട്ടിൽ വരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് ആണ്. ടൈപ്പ് ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് അല്ലെ. ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. എന്താ ലാൻഡ് പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്? നമുക്കറിയാലേ, ഓരോ ലാൻഡിന് എന്തുണ്ട്, ഒരു പെർട്ടിക്കുലർ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി ഉണ്ട് അല്ലെ. അപ്പൊ ലാൻഡ് പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതിന്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരുമ്പോഴാണ് അത് എന്ത് ചെയ്യുക, പൊല്യൂട്ടഡ് ആയി എന്ന് പറയാം അല്ലെ. ദ കണ്ടാമിനേഷൻ ഓഫ് സോയിൽ വിത്ത് എക്സസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, insecticide, herbicides is known as soil pollution. The decrease in the quality of soil either due to human activity or natural sources or by both is known as soil pollution or soil degradation. ഓക്കെ, സോയിൽ പൊല്യൂഷൻ നമ്മൾ എന്ത് പറയാം, സോയിലിന്റെ എക്സസ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽസ് ഒക്കെ വരുന്നതോടുകൂടെ സോയിൽ കണ്ടാമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സോയിൽ പൊല്യൂഷൻ എന്ന് പറയാം. സോയിൽ പൊല്യൂഷന്റെ സോഴ്സസ് ഏതൊക്കെയാ വരാ, ഡീഫോറസ്റ്റേഷൻ സോയിൽ പൊല്യൂഷന് കാരണമാകുന്നുണ്ട് അല്ലെ, സോയിൽ ഇറോഷൻ, സോയിൽ ഇറപ്ഷൻ, ഫോറസ്റ്റ് ഫയർ, എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്, ഹെർബിസൈഡ്സ്, ഡംപിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് അർബൻ വേസ്റ്റ്, വാട്ടർ ലോഗിങ് ആൻഡ് സീപ്പിംഗ്. ഇത്രയും കാര്യങ്ങളാണ് സോയിൽ പൊല്യൂഷന്റെ സോഴ്സസ് ആയി വരുന്നത്. ഇനി നമ്മൾ സോയിൽ പൊല്യൂഷന്റെ സോഴ്സുകളെ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ഫിസിക്കൽ സോഴ്സുകളായിട്ട്, ഫിസിക്കൽ സോഴ്സ്, ബയോളജിക്കൽ സോഴ്സ്, എയർബോൺ സോഴ്സ്, ബയോസൈഡ് സോഴ്സ്, അർബൻ ആൻഡ് ഇൻഡസ്ട്രിയൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ ഫിസിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോയിൽ ഇറോഷൻ, വോൾക്കാനിക് ഇറപ്ഷൻ, ഫോറസ്റ്റ് ഫയർ, ഡിഫോറസ്റ്റേഷൻ പോലെയുള്ളതൊക്കെയാണ് ഫിസിക്കൽ സോഴ്സിന്റെ അണ്ടറിൽ വരുന്നത്. ഇനി ബയോളജിക്കൽ സോഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, പ്രോട്ടോസോവ ഒക്കെയാണ് അതിന്റെ അണ്ടറിൽ വരുന്നത്. എയർബോൺ സോഴ്സസിൽ തെർമൽ പവർ പ്ലാന്റ്, റേഡിയേഷൻ ഫ്രം ഇൻഡസ്ട്രീസ് ആൻഡ് ഫാക്ടറീസ് ആൻഡ് ന്യൂക്ലിയർ റേഡിയേഷൻ ഒക്കെയാണ് എയർബോൺ സോഴ്സിൽ വരുന്നത്. ബയോസൈഡ് സോഴ്സുകളിൽ നമ്മുടെ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെയാണ് വരുന്നത്. അർബൻ ആൻഡ് ഇൻഡസ്ട്രിയൽ സോഴ്സിൽ നമ്മൾ വേസ്റ്റുകളൊക്കെ ഡംപ് ചെയ്യുന്നത്, വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള പേപ്പർ, വുഡ്, പ്ലാസ്റ്റിക്, അതൊക്കെ അർബൻ ആൻഡ് ഇൻഡസ്ട്രിയൽ സോഴ്സസിലാണ് വരുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ സോഴ്സസ് നോക്കുകയാണെങ്കിൽ തന്നെ സോയിൽ പൊല്യൂഷന് മെയിൻ ആയിട്ട് കാരണമാകുന്നത് പേപ്പർ മിൽസ്,
ഷുഗർ മിൽസ്, ഓയിൽ റിഫൈനറീസ്, അങ്ങനെയുള്ള കുറച്ച് ഇൻഡസ്ട്രീസിനെ ബേസ് ചെയ്തിട്ടാണ്. ഡൈയിങ് യൂണിറ്റിൽ നിന്നൊക്കെ ഒരുപാട് പൊല്യൂഷൻസ്, അതായത് അതിന്റെയൊക്കെ വേസ്റ്റുകളൊക്കെ ഡംപ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പൊല്യൂഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. ഇനി വരുന്നത് അഡ്വേഴ്സ് എഫക്ട് ഓഫ് സോയിൽ പൊല്യൂഷൻ ആണ്. എന്തൊക്കെയാണ് സോയിൽ പൊല്യൂഷൻ കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്? അത് സോയിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് സോയിൽ പൊല്യൂട്ട് ആകുമ്പോൾ അതിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ അത് എഫക്ട് ചെയ്യൂല. മൈക്രോ ഓർഗാനിസത്തിനെ എഫക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തു, ഈ മൈക്രോ ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും, കുറച്ച് പ്ലാന്റുകൾ ഉണ്ടായിരിക്കില്ലേ, അവരെ എഫക്ട് ചെയ്യും. ക്രോപ്പ് പ്രൊഡക്ഷനെ എഫക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സോയിൽ പൊല്യൂഷന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലെ. Chemical fertilizers and pesticides, plastic material and rubber destroy the organic phosphate compound in the soil due to the loss due to which soil loses the normal texture and capacity to retain water, resulting in the decreased quality and fertility of the soil. നമ്മൾ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ഇയറിലുള്ള എന്താ പറയാ പ്രൊഡക്ഷൻ ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ യൂസ് ചെയ്യൂലേ. പക്ഷെ അതെന്താ പ്രശ്നം, 1, 2, 3 വർഷം കഴിയുമ്പോൾ അത് എന്തിന് കാരണമാവും, ആ സോയിലിന്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ടിട്ട് പിന്നെ അതിലൊന്നും ഉണ്ടാവാത്ത രീതിക്കാവില്ല. അതായത് നമ്മുടെ ക്രോപ്പ് പ്രൊഡക്ഷനൊക്കെ അത് ബാധിക്കും. പിന്നെ അതിനെ നോർമൽ സോയിൽ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബയോ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യണം. ഒരുപാട് പണിയാണ് അല്ലെ. കാരണം ഓവറായിട്ട് നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മൈക്രോ ഓർഗാനിസത്തിന് എഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, സോയിലിന്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോലെ. സോയിലിന്റെ ടെക്സ്ചർ മാറിപ്പോയാൽ ഈ ഒരു ക്രോപ്പ് പ്രൊഡക്ഷൻ എന്നുള്ളത് മാത്രമല്ല, സോയിലിന്റെ വാട്ടർ റീറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ അത് എന്ത് ചെയ്യും, എഫക്ട് ചെയ്യൂല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് വരുന്നുണ്ട്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ യൂസിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഡ്രാസ്റ്റിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത്രയും പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട് അല്ലെ. പിന്നെ സോയിൽ പൊല്യൂട്ടന്റ് അഫക്ട് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ്. സോയിലിന്റെ വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടറിന് എന്ത് ചെയ്യും, എഫക്ട് ചെയ്യൂലേ. നമുക്കറിയാം നമ്മുടെ വാട്ടർ റിസോഴ്സിൽ നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ. കാരണം യൂഷ്വലി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവർ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സുകളാണ് അല്ലെ. വെല്ലുകളൊക്കെയാണ് നമ്മൾ കിണറൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ മെയിൻ ആയിട്ട് വെള്ളം എടുക്കുന്നത്. അപ്പം ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സിനെ എഫക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, വാട്ടർ സ്കേഴ്സിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. ഇപ്പൊ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേനലൊക്കെ ആകുമ്പോഴേക്കും ഒരുവിധം സമ്മറിൽ ഒരുവിധം എല്ലാ ഭാഗങ്ങളിലും എന്ത് വരുന്നുണ്ട്, വാട്ടർ സ്കേഴ്സിറ്റി ഒക്കെ വരുന്നുണ്ട് അല്ലെ. സോയിൽ പൊല്യൂട്ടൻ ലീഡ് ടു ദ സോയിൽ ഇറോഷൻ ടു കൺവേർട്ട് ദ ഫെർട്ടൈൽ സോയിൽ ഇൻ ടു വേസ്റ്റ് ലാൻഡ്. സോയിൽ പൊല്യൂഷൻ റിസൾട്ട് ഇൻ ദ ഡിക്രീസ്ഡ് അഗ്രികൾച്ചർ പ്രോസസ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. മെയിൻ ആയിട്ട് സോയിലിന്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടും. ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോയിലിന്റെ ടെക്സ്ചറിന് മാറ്റം വരും. വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും. അപ്പൊ അതോടുകൂടി തന്നെ എന്ത് ചെയ്യും, ആ ഒരു ഫെർട്ടൈൽ ലാൻഡ് നമുക്കൊരു വേസ്റ്റ് ലാൻഡ് ആയിട്ട് മാറും അല്ലെ. പിന്നെയും പ്രശ്നങ്ങളുണ്ട് അല്ലെ. ലാൻഡ് പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. കാരണം ആ ഒരു ലാൻഡിൽ വളരുന്ന ക്രോപ്പുകളൊക്കെയാണ് നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഫുഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബാഡ് ആയിട്ടുള്ള എഫക്റ്റുകളൊക്കെ നമുക്ക് വരാം അല്ലെ. അങ്ങനെ നമ്മുടെ ഹെൽത്തിനെ അത് എന്ത് ചെയ്യാൻ ബാധിക്കാം. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള സോയിൽ പൊല്യൂഷൻ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എടുക്കാൻ വയ്യ, എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക? ഗാർബേജ് ഒക്കെ നമ്മൾ ഓവറായിട്ട് എന്താ പറയാ, ഓവറായിട്ട് വലിച്ചെറിയുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം റീയൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ റീസൈക്കിൾ ചെയ്യാറ്. The garbage and night soil can be converted into compost manure by cobalt and nickel technique. പറ്റുന്നത്ര വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ റീസൈക്കിൾ ചെയ്തെടുക്കുക അല്ലെ. കമ്പോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ പ്ലാസ്റ്റിക്കുകളാണെങ്കിൽ തന്നെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുമെങ്കിൽ റീസൈക്കിൾ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലെ. അവോയ്ഡിങ് ആസ് ഫാർ ആസ് പോസിബിൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് മാക്സിമം കുറക്കുക. ഓർഗാനിക് ഫാമിങ്ങിന് നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സോയിലിന്റെ ഫെർട്ടിലിറ്റിയും അതുപോലെ സോയിലിന്റെ ടെക്സ്ചർ ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ DDT യൂസ് ചെയ്യുന്നത് മാക്സിമം റെസ്ട്രിക്ട് ചെയ്യാം. പിന്നെ ഇൻഡസ്ട്രീസ് സ്മോക്ക് ഒക്കെ എമിറ്റ് ചെയ്യുന്ന, സ്മോക്കും ആഷസ് ഒക്കെ എമിറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഒക്കെ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് അതിനെയൊക്കെ എന്താ പൊല്യൂഷൻ കൺട്രോൾ ഏജൻസീസ് ഒക്കെ ഉള്ള വെരിഫിക്കേഷൻ ഒക്കെ വേണം എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ കൊണ്ടുവരാറ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഡംപ് ചെയ്യുന്നതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. മോണോകൾച്ചർ
ക്രോപ്പ് റൊട്ടേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്രോപ്പ് റൊട്ടേഷന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെ. അതായത് ഒരു ക്രോപ്പ് കഴിഞ്ഞിട്ട് പിന്നീട് വേറെ ക്രോപ്പ് റൊട്ടേറ്റ് ചെയ്യുക, ആ ഒരു രീതിക്ക് എന്ത് ചെയ്യുക, ക്രോപ്പ് റൊട്ടേഷന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ ലെഗുമിനസ് പ്ലാന്റ്സ് ഒക്കെയാണ് ക്രോപ്പ് റൊട്ടേഷനിൽ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് സോയിലിന്റെ നൈട്രജന്റെ എമൗണ്ടും അങ്ങനെ സോയിലിന്റെ ഫെർട്ടിലിറ്റിയും അതുപോലെ സോയിലിന്റെ ആ ഒരു കമ്പോസിഷനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെ. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ക്രോപ്പ് മാനേജ്മെന്റും ലാൻഡ് യൂസ് ഒക്കെ എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സോയിൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് അവയർനെസ് ആണ്. ലോക്കൽസിന്റെ ഇടയിൽ നമ്മൾ അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അവരൊക്കെ അവയർ ആയി കഴിഞ്ഞാൽ, അവർ ശ്രദ്ധിച്ചു തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പൊല്യൂഷൻ ഒരു മാക്സിമം ഒരു ലെവൽ വരെ നമുക്ക് തടയാൻ വേണ്ടി പറ്റൂല. മെയിൻലി എങ്ങനെയാ നമ്മൾ അവയർനെസ് കൊടുക്കാം, എഡ്യൂക്കേഷനിലെ മെയിൻലി എഡ്യൂക്കേഷൻ ത്രൂ നമുക്ക് അവയർനെസ് കൊടുക്കാം. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, സ്കൂളുകളിലൊക്കെ ഈ പൊല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അവയർനെസ് കൊടുക്കാം അല്ലെ. നെക്സ്റ്റ് വരുന്നത് വാട്ടർ പൊല്യൂഷൻ ആണ്. വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടറിന്റെ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ പ്രോപ്പർട്ടീസിനെ അഫക്ട് ചെയ്യുന്ന ഹ്യൂമൻ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയാം അല്ലെ. വാട്ടർ പൊല്യൂഷൻ മേ ബി ഡിഫൈൻഡ് ആസ് എൻ ആൾട്ടറേഷൻ ഇൻ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. ഓക്കെ വാട്ടർ പൊല്യൂഷൻ മെയിൻലി നമ്മൾ വരുന്നത് എന്തൊക്കെ കൊണ്ടായിരിക്കും? സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ നാച്ചുറൽ സോഴ്സസ് ഉണ്ട്, മാൻമെയ്ഡ് സോഴ്സസ് ഉണ്ട് അല്ലെ. നാച്ചുറൽ സോഴ്സിൽ വരുന്നതാണ് സോയിൽ ഇറോഷൻ, വോൾക്കാനിക് ഇറപ്ഷൻ, ലാൻഡ് സ്ലൈഡ്, കോസ്റ്റൽ ക്ലിഫ് ആൻഡ് ഇറോഷൻ, ഫ്ലഡ്, ഡികമ്പോഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഒക്കെ അല്ലെ. ഇതൊക്കെ ത്രൂ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടറിന് പൊല്യൂട്ട് ആവില്ല. അതായത് സോയിൽ ഇറോഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പാർട്ടിലുള്ള വാട്ടർ ബോഡീസ് കംപ്ലീറ്റ് എഫക്ട് ചെയ്യൂലേ. അപ്പൊ അതെന്ത് ചെയ്യും, വാട്ടർ പൊല്യൂട്ടഡ് ആവാൻ കാരണം. വോൾക്കാനിക് ഇറക്ഷൻ നിങ്ങൾക്ക് അറിയാലോ, കംപ്ലീറ്റ് എന്ത് ചെയ്യണം, ആ ഒരു ഏരിയ തന്നെ ഉണ്ടാവില്ല. അപ്പം അവിടെയുള്ള വാട്ടർ ബോഡീസിനെ അത് എഫക്ട് ചെയ്യും. ഇനി ഗ്രൗണ്ട് വാട്ടറിനെ ആണെങ്കിൽ കൂടെ അത് എന്ത് ചെയ്യും, എഫക്ട് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെയാണ് നാച്ചുറൽ സോഴ്സസുകൾ എന്ത് ചെയ്യുന്നത്, വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നത്. ഇനി മാൻ ഇൻഡ്യൂസ്ഡ് സോഴ്സസ് ആണെങ്കിൽ മെയിൻലി വരുന്നത് ഏതൊക്കെയാണ്, അഗ്രികൾച്ചറൽ സോഴ്സ്, കൾച്ചറൽ സോഴ്സ്, അങ്ങനെയാണ് വരുന്നത്. അതായത് നമ്മുടെ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഡംപ് ചെയ്യുന്നതോടുകൂടിയാണ് വാട്ടർ ബോഡീസ് എന്ത് ചെയ്യുന്നത്, പൊല്യൂട്ടഡ് ആയി മാറുന്നത് അല്ലെ. ചില കൾച്ചറൽ സോഴ്സസും അതിന് കാരണമാകുന്നുണ്ട്. കൾച്ചറൽ സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഇല്ലേ, റിലീജിയസ് ഫെയർസ് ഒക്കെ, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻലി നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാലോ, ഒരു ഒട്ടുമിക്ക കൾച്ചറൽ ഫെയർസും അല്ലെങ്കിൽ കൾച്ചറൽ ആക്ടിവിറ്റീസും എന്താ, റിവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും അല്ലെ. ഇപ്പൊ ഈ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കുംഭ ഫെയർ ഒക്കെ എന്താണ്, ഓവറായിട്ട് നമ്മൾ അതില് ഡംപ് ചെയ്യാണ് അല്ലെ. അപ്പൊ അത്രയും അതുപോലെ തന്നെ ഇമേഴ്ഷൻ ഓഫ് വിനായക ഐഡൽസ്, അതായത് അത് നമ്മള് അവിടെ നമ്മൾ പറയല്ലോ, അവിടെ പോയിട്ട് മുങ്ങി എണീക്കുക എന്നുള്ള ആ ഒരു ലെവലില്. അപ്പം ആ റിവർ ബോഡീസ് ഒക്കെ എന്ത് ചെയ്യാണ്, അതിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ റിവറിൽ തന്നെ ഡംപ് ചെയ്യുന്നതുകൊണ്ട് അത് വാട്ടർ പൊല്യൂഷന് കാരണമാണ് അല്ലെ. നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ ബോഡീസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെയിൻ സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷന്റെ മെയിൻ സോഴ്സസ് ആയിട്ട് വരുന്നതാണ് സീവേജ് ആൻഡ് അതർ വേസ്റ്റസ് ഇൻ സിറ്റീസ്, ഇൻഡസ്ട്രിയൽ എഫ്ലുവന്റ്, അഗ്രികൾച്ചറൽ ഡിസ്ചാർജ്, തെർമൽ പവർ പ്ലാന്റ്, ഓയിൽ ലീക്കേജ് ആൻഡ് ഡിസ്ചാർജ്. ഓയിൽ ലീക്കേജും ഡിസ്ചാർജ് ഒക്കെ നമുക്കിപ്പം കറന്റ്ലി വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ന്യൂസ് ആണ് അല്ലെ. നമ്മൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും, കേരളത്തിന്റെ തീരങ്ങളിലൊക്കെ എന്താ കണ്ടെയ്നേഴ്സ് ഒക്കെ വന്ന് അടിഞ്ഞു കൂടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. മെയിൻലി ഷിപ്പുകളൊക്കെ എന്തെങ്കിലും തകരാറിലാകുമ്പോൾ അല്ലെങ്കിൽ ഷിപ്പുകളൊക്കെ മുമ്പെയാണ് അതിലുള്ള ഓയിൽ ലീക്ക് ചെയ്യുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരിക. അപ്പൊ നമുക്ക് ഓയിൽ ലീക്കേജ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ അത് റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അതെന്ത് ചെയ്യും, നമുക്ക് ആ ഒരു സീലുള്ള അനിമൽസിനെ എന്ത് ചെയ്യും, അത് എഫക്ട് ചെയ്യൂലേ. അനിമൽസിനെ എഫക്ട് ചെയ്യുമ്പോൾ അവരുടെ ഡെത്തിനൊക്കെ അത് കാരണമാവും അല്ലെ. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം യൂഷ്വലി നമുക്ക് ഭയങ്കര ന്യൂസ് വാല്യൂ ഉള്ള ഒരു സംഭവമാണ് അല്ലെ, ഈ ഒരു ഷിപ്പിൽ നിന്നൊക്കെ കണ്ടെയ്നേഴ്സ് ഒക്കെ ഡംപ് ചെയ്യുന്നത്. കണ്ടെയ്നേഴ്സ് ഒക്കെ വന്നിട്ട് തീരങ്ങളിലൊക്കെ അടിഞ്ഞുകൂട്ടുക എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഹാർംഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ആയിരിക്കും ആ ഒരു കണ്ടെയ്നറുകളിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ അതൊക്കെ ഒരു സീ അനിമൽസ് ഒക്കെ വീങ്ങിപ്പോ കഴിഞ്ഞാൽ അത് അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും അല്ലെ. ഓക്കെ,
ടൈപ്പ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ടൈപ്പ് ഓഫ് വാട്ടർ പൊല്യൂഷൻ നമ്മൾ ബേസ്ഡ് ഓൺ ദ സ്റ്റോറേജ് ഓഫ് വാട്ടർ പറയാറുണ്ട്. സ്റ്റോറേജ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഏത് വാട്ടർ ബോഡിയാണ് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വാട്ടർ പൊല്യൂഷന്റെ ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് സർഫസ് വാട്ടറിലാണ് പൊല്യൂഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ സർഫസ് വാട്ടർ പൊല്യൂഷൻ, ലേക്ക് വാട്ടർ പൊല്യൂഷൻ, ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ, സീ വാട്ടർ പൊല്യൂഷൻ, റിവർ വാട്ടർ പൊല്യൂഷൻ. ഇത്രയും പാർട്ടുകളാണ് ബേസ്ഡ് ഓൺ സ്റ്റോറേജ് ഓഫ് വാട്ടറിൽ വരുന്നത്. ഇനി നമ്മൾ സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷന്റെ ബേസിൽ നോക്കുമ്പോൾ, അതായത് എന്താണ് പൊല്യൂഷന് കാരണമാകുന്നത് എന്നുള്ളതിന്റെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ സീവേജ് വാട്ടർ പൊല്യൂഷൻ, ഡൊമസ്റ്റിക് വാട്ടർ പൊല്യൂഷൻ, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ പൊല്യൂഷൻ, സോളിഡ് വേസ്റ്റ് വാട്ടർ പൊല്യൂഷൻ, അഗ്രികൾച്ചറൽ വേസ്റ്റ് ഡിസ്ചാർജ്, ഇത്രയും പാർട്ടായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി അതിൽ ഓരോന്നും നമുക്ക് നോക്കാം അല്ലെ. എന്താ സീവേജ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്? പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ അൺട്രീറ്റ് ചെയ്ത, അതായത് ഫാക്ടറികളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പർപ്പസുകളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വാട്ടർ നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ്മെന്റുകളൊന്നും നടത്താതെ, അതായത് അതിലുള്ള പൊല്യൂട്ടന്റ് ഒന്നും ഒഴിവാക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡംപ് ചെയ്യുക അല്ലെ. അങ്ങനെയാണ് നമുക്ക് മെയിൻലി സീവേജ് വാട്ടർ പൊല്യൂഷൻ വരിക. അതായത് പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ്സുകൾ, അതായത് വാട്ടർ സീവേജ് ഹാൻഡ്ലിംഗ് പ്രോസസ് ഇംപ്രോപ്പർ ആയിട്ട് നടത്തുന്നതുകൊണ്ടാണ് മെയിൻലി സീവേജ് വാട്ടർ പൊല്യൂഷൻ വരുന്നത് അല്ലെ. അതെന്ത് ചെയ്യും, അൺകൺട്രോൾഡ് ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യും, ഡംപ് ചെയ്യും അല്ലെ, റീസൈക്കിൾ ചെയ്യാതെ എന്ത് ചെയ്യും, അത് വാട്ടർ ബോഡീസിലോട്ട് ഡംപ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പിന്നീട് നമുക്ക് അതിനെ റീസൈക്കിൾ ചെയ്തിട്ട് നോർമൽ രീതിക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. The self-purifying ability of water is lost and water become unfit for drinking and other domestic use. ഓവറായിട്ട് ഇങ്ങനെയുള്ള സീവേജുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡംപ് ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യും, അതിന് വാട്ടറിനായാലും ഇപ്പൊ ഒരു സെൽഫ് റെഗുലേറ്ററി ഉണ്ട് അല്ലെ, അതായത് സെൽഫ് ക്ലീനിങ് മെത്തേഡ്, സെൽഫ് പ്യൂരിഫൈങ് എബിലിറ്റി ഉണ്ട്, അതൊക്കെ ലോസ് ചെയ്യൂല. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഫർദർ അത് ക്യാരി ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലിലാവുമ്പോൾ വാട്ടർ എന്ത് ചെയ്യും, പൊല്യൂട്ടഡ് ആയി നമുക്ക് പറയാം. Since decomposition of sewage and other waste is largely an aerobic process, accumulation of these in water increases the oxygen requirement. നമുക്കറിയാവുന്ന കാര്യമാണ് ഡീകമ്പോസിഷൻ ഓഫ് സീവേജ് എന്ന് പറഞ്ഞാൽ, സീവേജ് ഡീകമ്പോസ് ചെയ്ത് പോവാന്നുള്ള ഒരു പ്രോസസ്സ് ഓക്സിജൻ ആവശ്യമുള്ള പ്രോസസ്സാണ് അല്ലെ. അതായത് എയറോബിക് പ്രോസസ്സാണ്, ഓക്സിജൻ വലിച്ചെടുക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ എന്ത് സംഭവിക്കും, വാട്ടറിലുള്ള ഓക്സിജന്റെ എന്ത് ചെയ്യും, ഈ ഡീകമ്പോഷന് വേണ്ടി യൂസ് ചെയ്യും. അപ്പൊ വാട്ടറിലുള്ള ഓക്സിജന്റെ എമൗണ്ട് കുറയുമ്പോൾ വാട്ടറിനെ ഡിപെൻഡ് ചെയ്ത് വരുന്ന കുറച്ച് പ്ലാന്റുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ, അതിലേക്ക് എന്ത് ചെയ്യും, അത് എഫക്ട് ചെയ്യും. പിന്നെ വാട്ടറിലുള്ള ഓക്സിജന്റെ എമൗണ്ട് കുറയുമ്പോഴാണ് നമ്മൾ എന്താ പറയാ, വാട്ടർ പൊല്യൂട്ടഡ് ആയി എന്ന് പറയാം അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് ഒക്കെ ഒരുപാട് നമ്മൾ ഈ ഡംപ് ചെയ്യുന്ന സീവേജിൽ മെയിൻ ആയിട്ടുള്ള ഘടകമാണ് ഡിറ്റർജന്റ്, അതുപോലെ ഉള്ള സംഭവങ്ങളൊക്കെ, ഫെർട്ടിലൈസേഴ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലെ. അപ്പൊ ഈ ഡിറ്റർജന്റിന്റെ ഒക്കെ പ്രത്യേകത എന്താ, അതിൽ ഫോസ്ഫേറ്റിന്റെ കണ്ടന്റ് കൂടുതലാണ് അല്ലെ. ഈ ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഗയ്ക്കൊക്കെ വളരാൻ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യും അല്ലെ. അപ്പൊ ഇങ്ങനെ ഓവറായിട്ട് ആൽഗ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി വാട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള ഓക്സിജനും കൂടി എന്ത് ചെയ്യും, ഈ ആൽഗ വലിച്ചെടുത്തിട്ട് ഓക്സിജൻ, അതായത് വാട്ടറിലുള്ള ഓക്സിജന്റെ എമൗണ്ട് കുറക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഫോൾ ആയിട്ടുള്ള ഒരു സ്മെല്ലൊക്കെ വാട്ടറിൽ ഉണ്ടാവില്ല. നമ്മൾ യൂഷ്വലി ഇപ്പൊ ആലപ്പുഴ സൈഡുകളിലൊക്കെ നമ്മൾ യൂഷ്വലി കാണുന്നതാണ് ആൽഗൽ ബ്ലൂം ഒക്കെ. ഈ ആൽഗ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് സ്പ്രെഡ് ആകും. അതിന് അതിന്റെ ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഇതുള്ളൂ, ചെറിയ ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ കണ്ടീഷനിൽ തന്നെ അത് പെട്ടെന്ന് എന്ത് ചെയ്യും, എക്സസ് ആയിട്ട് ഉണ്ടാവാൻ തുടങ്ങും. പിന്നീട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിക്കാവും അല്ലെ. അങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ എന്ത് വരുന്നുണ്ട്, ഈ സീവേജ് വേസ്റ്റ് നമ്മൾ ഡംപ് ചെയ്യുന്നതിലൂടെ വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ നമുക്ക് അതൊരു വാട്ടർ പൊല്യൂഷൻ, സീവേജ് വേസ്റ്റ് ത്രൂ ഉള്ള വാട്ടർ പൊല്യൂഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുക? മെയിൻലി എന്ത് ചെയ്യാം, നമ്മൾ ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് നടത്തിയതിന് ശേഷം മാത്രം വാട്ടർ ബോഡീസിലോട്ട് ഡിസ്ചാർജ് ചെയ്യാം അല്ലെ. അപ്പൊ അത് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ന്യൂട്രിയൻസ് ഒക്കെ ആ ഒരു വാട്ടറിൽ എത്തിച്ചേരുന്നത് കുറക്കും. അപ്പൊ ഈ ആൽഗയുടെ വളർച്ച അത് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് വാട്ടർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മാക്സിമം റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വാട്ടറുകൾ, അതായത് ഇങ്ങനെയുള്ള വാട്ടറുകളൊക്കെ മാക്സിമം റീസൈക്കിൾ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഡംപ് ചെയ്യാം. ഓക്കെ, പിന്നെ പ്രസിപ്പിറ്റേഷൻ, അങ്ങനെയുള്ള മെത്തേഡുകൾ ഉണ്ടല്ലോ, ഡിഫറെന്റ് മെത്തേഡുകളിലൂടെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ഡിസോൾവ്ഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസ്, ഡിസോൾവ്ഡ് അല്ലാതെ കിടക്കുന്ന ന്യൂട്രിയൻസിനെ അല്ലെങ്കിൽ ഡിസോൾവ്ഡ് അല്ലാതെ കിടക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ നമുക്ക് എന്ത് ചെയ്യാം,
റിമൂവ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, അരിച്ചെടുക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് പ്രോസസ്സുകളിലൂടെയൊക്കെ നമുക്ക് ചെയ്യാം. ഇനി ഡിസോൾവ് ചെയ്ത മെറ്റീരിയൽസുകൾ ന്യൂട്രിയൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രസിപ്പിറ്റേഷൻ പോലെയുള്ള മെത്തേഡുകളിലൂടെ നമുക്ക് വേർതിരിച്ചെടുത്തതിന് ശേഷം ക്ലിയർ ആയിട്ടുള്ള വാട്ടർ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, വാട്ടർ ബോഡീസിലോട്ട് ഡംപ് ചെയ്യുന്ന രീതിക്ക് ആക്കാം. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് വാട്ടർ പൊല്യൂഷൻ ഡ്യൂ ടു ഇൻഡസ്ട്രിയൽ എഫ്ലുവന്റ് ആണ്. ഇൻഡസ്ട്രികളിൽ നിന്നുള്ള ഇനോർഗാനിക് ഓർഗാനിക് പൊല്യൂട്ടന്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള എന്ത് ചെയ്യാ, സീവേജ് വേസ്റ്റുകൾ അല്ലെങ്കിൽ ബിവറീസ്, ടാനറീസ്, ഡൈയിങ്, ടെക്സ്റ്റൈൽസ് പോലെയുള്ള ഇൻഡസ്ട്രികളിൽ നിന്നുള്ള വേസ്റ്റുകൾ നമ്മൾ ഡംപ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഇൻഡസ്ട്രിയൽ എഫ്ലുവന്റ് ത്രൂ എന്ത് വരുന്നത്, വാട്ടർ പൊല്യൂഷൻ വരുന്നത് അല്ലെ. ഇത് വാട്ടറിന്റെ നോർമൽ ലെവലിൽ, അതായത് നോർമൽ കമ്പോണന്റ് ലെവലിലേക്ക് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. പിന്നെ അതിൽ നിന്ന് ഡംപ് ചെയ്യുന്നതിൽ നമുക്കറിയാം ഒരുപാട് ഹെവി മെറ്റൽസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരിക്കില്ല. അപ്പൊ ഈ ഹെവി മെറ്റീരിയൽസ് ഒക്കെ ഒരുപാട് ഉണ്ടാകുന്നത് അത് നമ്മൾ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യുന്നതിലൂടെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലെ. നെക്സ്റ്റ് വരുന്നത് തെർമൽ പൊല്യൂഷൻ ഓഫ് വാട്ടർ ആണ്. തെർമൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ടെമ്പറേച്ചർ അല്ലെ. തെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, അതായത് ചൂട് കൂടിയത്. അതായത് ചില ഫാക്ടറികളിൽ നിന്ന് മെയിൻലി വരുന്നത് റേഡിയോ ആക്റ്റീവ്, അതായത് മെയിൻ വരുന്നത് തെർമൽ, ന്യൂക്ലിയർ ആൻഡ് തെർമൽ പവർ പ്ലാന്റുകളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാക്കുന്ന വേസ്റ്റ് ആയിട്ട് ഒഴിവാക്കുന്ന വാട്ടറിന് എന്തായിരിക്കും, ഭയങ്കര ചൂടായിരിക്കും അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യും, നോർമലി ചൂടായിട്ടുള്ള ഒരു വെള്ളം നമ്മളൊരു വാട്ടർ ബോഡിയിലോട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കി കളയുമ്പോൾ എന്ത് സംഭവിക്കും, അത് അതിലുള്ള അനിമൽസിനെയും അതുപോലെ തന്നെ അക്വാട്ടിക് ലൈഫ്സിനെയും ഒക്കെ എഫക്ട് ചെയ്യും അല്ലെ. കാരണം ഒരു നോർമൽ കണ്ടീഷനിൽ നിൽക്കേണ്ട, നോർമൽ കൂളിംഗിൽ നിൽക്കേണ്ട പ്ലാന്റുകളൊക്കെ ആയിരിക്കും അത്രയും ചൂടുള്ള വെള്ളം നമ്മൾ ഡംപ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും, അക്വാട്ടിക് ലൈഫ്സിനെയൊക്കെ എന്ത് ചെയ്യും, ബാധിക്കും അല്ലെ. പിന്നെന്താ, അത് മാത്രമാണോ, അല്ല, ഇതെന്ത് ഇത്രയും ചൂട്, ഇത്രയും ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പോൾ നോർമലി ഹാച്ചിങ് ഫിഷ് എഗ് അങ്ങനെയുള്ള പ്രോസസ്സുകൾക്കൊക്കെ എന്ത് ചെയ്യും, അത് ബാധിക്കും അല്ലെ. ഫെയിലിയർ ഓഫ് ട്രൗട്ട് എഗ്സ് ടു ഹാച്ച്, അതുപോലെ ഫെയിലിയർ ഓഫ് സാൽമൺ ടു സ്പോൺ, increase in BOD, change in diurnal and seasonal behavior of metabolic response of organism. അതായത് മെയിൻലി അക്വാട്ടിക് ലൈഫ്സിന്റെ എല്ലാ പ്രോസസ്സുകളെയും അതെന്ത് ചെയ്യും, എഫക്ട് ചെയ്യൂല. അപ്പൊ എങ്ങനെയാ നമുക്ക് അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുക, മാക്സിമം കൂൾ ചെയ്തിട്ടുള്ള വാട്ടറുകൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള വാട്ടർ ബോഡീസിലോട്ട് ഡിസ്ചാർജ് ചെയ്യുക അല്ലെ. ഇനി അഗ്രികൾച്ചറൽ ഡിസ്ചാർജ് കൊണ്ടുള്ള വാട്ടർ പൊല്യൂഷൻ എങ്ങനെയാ വരിക, ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളൊക്കെ ഓവർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, വാട്ടർ ബോഡീസിലോട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത് ത്രൂ ആണ് നമുക്ക് എന്ത് പറയാം, അഗ്രികൾച്ചറൽ ഡിസ്ചാർജ് ത്രൂ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്നത് എന്ന് പറയാം അല്ലെ. നമുക്കറിയാം പെസ്റ്റുകളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യൂലേ. ഒരു ഓവറായിട്ട് യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്സ് ഒക്കെ എന്തിന് കാരണമാകുന്നുണ്ട്, ഇങ്ങനെ വാട്ടർ ബോഡീസിലൂടെ എത്തിച്ചേർന്ന് പിന്നെ നമ്മൾ അത് എന്ത് ചെയ്യുന്നത്, ഡ്രിങ്കിങ് പർപ്പസിൽ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഓക്കെ. ഈ വാട്ടർ പൊല്യൂഷന്റെ ബാക്കിയുള്ള സോഴ്സുകൾ നമ്മൾ നോക്കുമ്പോൾ ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷന് ബൈ സെപ്റ്റിക് ടാങ്ക് ആൻഡ് സിപി പിറ്റ്സ് ഒക്കെ എന്ത് വരുന്നുണ്ട്, അതർ സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷനിൽ വരുന്നതാണ്. മറൈൻ വാട്ടർ പൊല്യൂഷൻ, മെർക്കുറി പൊല്യൂഷൻ, ലെഡ് പൊല്യൂഷൻ, ഫ്ലൂറൈഡ് പൊല്യൂഷൻ ഒക്കെയാണ് അതർ സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷനിൽ വരുന്നത്. ഇനി അഡ്വേഴ്സ് എഫക്ട് ഓഫ് വാട്ടർ പൊല്യൂഷൻ അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാ, മെർക്കുറി, അതായത് പെസ്റ്റിസൈഡ്സിൽ നിന്നൊക്കെ വരുന്ന മെർക്കുറി ഒക്കെ ഓവറായിട്ട് നമ്മുടെ ബോഡിയിലോട്ട് എത്തിച്ചേർന്നാൽ നമ്മുടെ ബ്രെയിനിനൊക്കെ അത് എന്ത് ചെയ്യും, ഡാമേജ് ആവില്ല. അതുപോലെ ക്രോമിയം, സെലീനിയം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാർസിനോജനിക് ആണല്ലേ, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ അത് എന്ത് ചെയ്യും, കാര്യമാവില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലോട്ട് എത്തിച്ചേരാൻ എന്ത് ചെയ്യും, ഈ ഒരു വാട്ടർ പൊല്യൂഷൻ ത്രൂ കാരണമാകും അല്ലെ. ഫോട്ടോസിന്തസിസ് ഗെറ്റ് ഡിക്രീസ്ഡ് ഇൻ പ്ലാന്റ്സ് ഗ്രൗണ്ട് വിത്ത് പൊല്യൂട്ടഡ് വാട്ടർ അല്ലെ. പൊല്യൂട്ടഡ് വാട്ടറിൽ നടക്കുന്ന വളരുന്ന പ്ലാന്റുകളിൽ എന്ത് ചെയ്യും, ഫോട്ടോസിന്തസിസ് കുറയും. അതോടുകൂടി ഓക്സിജന്റെ ലെവലൊക്കെ കുറയാനൊക്കെ അത് കാരണമാകും അല്ലെ. ഇനി എങ്ങനെയാണ് നമുക്ക് വാട്ടർ പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റുക, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് റീസൈക്കിൾഡ് ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയലുകളെ റീസൈക്കിൾ ചെയ്ത് റീയൂട്ടിലൈസ് ചെയ്ത് പൊല്യൂട്ടന്റിനെയൊക്കെ റിമൂവ് ചെയ്ത് വാട്ടർ പൊല്യൂഷനൊക്കെ നല്ല രീതിക്ക് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ടർ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. ഇനി നെക്സ്റ്റ് വരുന്നത് എയർ പൊല്യൂഷൻ ആണ്. എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്കറിയാം അല്ലെ, എയറിന് ഒരു പെർട്ടിക്കുലർ ലെവലിലാണ് ഓരോ ഗ്യാസുകളും അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യണം, അറ്റ്മോസ്ഫിയറിൽ ഉള്ളത് അല്ലെ. അതായത് ഇപ്പൊ നൈട്രജന് 78.4%, ഓക്സിജൻ
പെർസെൻറ്റേജ് അങ്ങനെ ഒരു എന്തുണ്ട്, ഒരു പെർട്ടിക്കുലർ ലെവൽ ഉണ്ട് അല്ലെ. അതിനെന്തെങ്കിലും വേരിയേഷൻസ് വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് എയർ പൊല്യൂട്ടഡ് ആയത്. അതായത് നമ്മുടെ ഒരു ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും നമ്മൾക്ക് ഇത്ര പെർസെൻറ്റേജ് കാർബൺ ഡൈ ഓക്സൈഡ് 0.0314% കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ എയറിൽ ഓൾറെഡി ഉണ്ട്. പക്ഷെ അതിൽ കൂടുതൽ അതിന്റെ ഒരു പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എയർ പൊല്യൂട്ടഡ് ആയി എന്ന് പറയാറ്. അത് മെയിൻലി ഹ്യൂമൻ മെയ്ഡ് ആക്ടിവിറ്റീസ് കാരണമാണ് എയറിന്റെ ആ ഒരു കോമ്പോസിഷനിൽ ചേഞ്ച് വരുന്നത്. ഇനി സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷനിൽ നോക്കുകയാണെങ്കിൽ നാച്ചുറൽ സോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ മാൻ മെയ്ഡ് സോഴ്സസും ഉണ്ട് അല്ലെ. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് എയർ പൊല്യൂഷൻ. ടൈപ്സ് ഓഫ് എയർ പൊല്യൂഷനിൽ on the basis of type of pollutants, air pollution can be further divided into two categories: gaseous pollution and particulate air pollution. Based on the പൊല്യൂട്ടന്റിനെ ബേസ് ചെയ്തിട്ട് എയർ പൊല്യൂഷനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും: gaseous pollutions and particulate air pollution. gaseous എയർ പൊല്യൂഷനിൽ വരുന്നതാണ് എയർ പൊല്യൂഷൻ. ഇനി സോഴ്സിന്റെ ബേസിലാണെങ്കിൽ നമ്മൾ അതിനെ 6 കാറ്റഗറൈസ്, അതായത് ഏത് സോഴ്സിൽ നിന്നാണ് പൊല്യൂഷൻ വന്നത് അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഓട്ടോമൊബൈൽ പൊല്യൂഷൻ, ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ, തെർമൽ പൊല്യൂഷൻ, അർബൻ പൊല്യൂഷൻ, റൂറൽ പൊല്യൂഷൻ, ന്യൂക്ലിയർ പൊല്യൂഷൻ, അങ്ങനെ 6 കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എയർ പൊല്യൂഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ഓട്ടോമൊബൈൽ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലേ, കറന്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വെഹിക്കിൾസിന്റെ ഒക്കെ എമൗണ്ട് വളരെയധികം കൂടിയിട്ടുണ്ട് അല്ലെ. അപ്പം ഈ ഓരോ പ്രാവശ്യം വെഹിക്കിൾസിന്റെ എമൗണ്ട് കൂടുന്നതിലൂടെ അതിൽ നിന്നും പുറത്തള്ളുന്ന പുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യാണ് അല്ലെ. അതിൽ നിന്ന് പുറത്തു തള്ളുന്ന പൊല്യൂട്ടന്റുകളുടെ എമൗണ്ട് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. അതുപോലെ തന്നെ എന്താ, അത് നമ്മുടെ എയറിന്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ എയറിന്റെ ആ ഒരു നോർമൽ ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു ലെവലൊക്കെ ഇല്ലാണ്ടാക്കും. കാർബൺ മോണോക്സൈഡും ഹൈഡ്രോ കാർബൺസും ഒക്കെ ഓവറായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, എയറിലോട്ട് എത്തിച്ചേരാൻ വേണ്ടി തുടങ്ങും അല്ലെ. അതുപോലെ തന്നെ എന്താ, SPMന്റെ ലെവലും ഇൻക്രീസ് ചെയ്യും അല്ലെ. SPM എന്ന് പറഞ്ഞാൽ സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ, അതിന്റെ ലെവലും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും അല്ലെ. ഇനി ഇൻഡസ്ട്രിയൽ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പെട്രോളിയം റിഫൈനറീസ്, സിമെന്റ് ഫാക്ടറീസ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ഗ്യാഷ്യസ് പൊല്യൂട്ടന്റുകൾ മൂലമാണ് നമുക്ക് ഇൻഡസ്ട്രിയൽ എയർ പൊല്യൂഷൻ ഉണ്ടായെന്ന് പറയാം. അതായത് മെയിൻലി ഇൻഡസ്ട്രികളെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, അവിടെ നിന്നൊക്കെ വൊമിറ്റ് ചെയ്യുന്ന എയർ, ഓക്കെ, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പൊല്യൂഷന് കാരണമാകുന്നുണ്ട് അല്ലെ. നമ്മൾ മെയിൻലി നോക്കുകയാണെങ്കിൽ the chief gases are sulfur oxide and nitrogen dioxide. Madura-based petroleum refinery is posing threat to Taj Mahal in Agra and other monuments at Fatehpur Sikri complex. നമുക്കറിയാം, താജ്മഹലിലൊക്കെ നമ്മൾ ഭീഷണിയായിട്ടാണ് എയർ പൊല്യൂഷൻ നിൽക്കുന്നത് എന്നൊക്കെ പറയില്ല. കാരണം ആ ഒരു ഏരിയയിൽ അത്രയും ഇൻഡസ്ട്രീസ് ഉണ്ട്. ആ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ പുറത്തുള്ള എയർ എന്ത് ചെയ്യുന്നുണ്ട്, എയർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട് അല്ലെ. വേസ്റ്റ് ആയിട്ടുള്ള എയർസ്, അതായത് അവരിൽ നിന്ന് അവര് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവര് ആ ഒരു ഇൻഡസ്ട്രികളിൽ മേക്ക് ചെയ്യുന്ന ഇതിന്റെ ഫലമായിട്ട് വരുന്ന എയർ പൊല്യൂഷൻ ആണ് അല്ലെ. ഈ തെർമൽ എയർ പൊല്യൂഷൻ അല്ലെ. തെർമൽ എയർ പൊല്യൂഷൻ എങ്ങനെയാ വരാ, തെർമൽ എയർ പൊല്യൂഷനിൽ മെയിൻലി പൊല്യൂട്ടന്റ് ആയിട്ട് വരുന്നത് ഫ്ലൈ ആഷ്, സൾഫർ ഓക്സൈഡ് ആൻഡ് അതർ ഗ്യാസസ് ആൻഡ് ഹൈഡ്രോ കാർബൺസ് ഒക്കെയാണ് തെർമൽ എയർ പൊല്യൂഷനിൽ എന്ത് വരുന്നത്, പൊല്യൂട്ടന്റ് ആയി വരുന്നത് അല്ലെ. തെർമൽ എയർ പൊല്യൂഷനിൽ എന്താ, കോള് ഓവറായിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. കോള് കത്തിച്ചിട്ടാണ് ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വേപ്പർ ആക്കിയിട്ട്, വാട്ടർ വേപ്പർ ആക്കിയിട്ട് എന്ത് ചെയ്യാണ്, ടെർബൈൻ കറക്കാണ് ചെയ്യുന്നത് അല്ലെ. അപ്പം അത്രയും കോള് എന്ത് ചെയ്യുന്നത് കൊണ്ട് കത്തിക്കുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഫ്ലൈ ആഷ്, സൾഫർ ഓക്സൈഡ്, അതുപോലെ ഹൈഡ്രോ കാർബൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തെർമൽ എയർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. ഈ ന്യൂക്ലിയർ എയർ പൊല്യൂഷൻ എന്താ, ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ നിന്ന് വരുന്ന റേഡിയേഷൻ മൂലമൊക്കെയാണ് ന്യൂക്ലിയർ എയർ പൊല്യൂഷൻസ് ഉണ്ടാകുന്നത് അല്ലെ. ചെർണോബൈലും അതുപോലെ ഫുക്കുഷിമ ന്യൂക്ലിയർ ഡിസാസ്റ്റർ ഒക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ് അല്ലെ. ഇനി എയർ പൊല്യൂഷന്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാ, എയർ പൊല്യൂഷൻ നമ്മൾ ബാക്കിയുള്ള ഇതിനേക്കാളും എയർ ഇല്ലാതെ നമുക്ക് ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മള് പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ഞാൻ കൺസ്യൂം ചെയ്യൂല എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ, ഇല്ല. എയർ പൊല്യൂട്ടഡ് ആയാൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യും, അതൊരു കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ് ആണ് അല്ലേ. അപ്പൊ അത് പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ നമ്മൾ ശ്വസിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ ബോഡിക്ക് അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അഗ്രികൾച്ചറൽ ക്രോപ്പുകളെ, നാച്ചുറൽ പ്ലാന്റ്സുകളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡ്രാസ്റ്റിക്കലി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് അതിനെന്ത് ചെയ്യേണ്ടതുണ്ട്, അതിന്
അതിന് എതിരായിട്ടുള്ള വേസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അല്ലെ. ഇതിന് എയർ പൊല്യൂഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എയർ പൊല്യൂഷന്റെ മെയിൻ സോഴ്സസ് നോക്കുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ, ഇൻഡസ്ട്രിയൽ, അതുപോലെ പവർ പ്ലാന്റുകളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. ജസ്റ്റ് നിങ്ങൾ എയർ പൊല്യൂഷൻ എന്ന് ചെയ്താ ഡിഫറെന്റ് സോഴ്സസ് ചെയ്താ എങ്ങനെയാണ് അതിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് പോവാട്ടോ. ഇനി മറൈൻ പൊല്യൂഷനാ വരുന്നത് അല്ലെ. മറൈൻ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മറൈൻ പൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്ചാർജ് ഓഫ് വേസ്റ്റസ് ആൻഡ് സീവേജസ് ഇൻ ടു sea resulting in harm to living organism, hazard to human health, hindrance to fishery and impairment of quality of sea water for use. മറൈൻ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സീവേജും വാട്ടറുകളും ഡിസ്ചാർജ് ചെയ്യുന്നത് അല്ലെ, എവിടേക്ക് മറൈൻ സീ വാട്ടറിലോട്ടും ഡിസ്ചാർജ് ചെയ്യുന്നത് ത്രൂ ആണ് നമുക്ക് മറൈൻ പൊല്യൂഷൻസ് ഉണ്ടാകുന്നത് അല്ലെ. അത് എന്ത് ചെയ്യുന്നുണ്ട്? സീ വാട്ടറിന്റെ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ പ്രോപ്പർട്ടീസിനെ ആൾട്ടർ ചെയ്യുന്നുണ്ട് അല്ലെ, ചേഞ്ച് ചെയ്യുന്നുണ്ട് നമുക്ക്. ഇനി മറൈൻ സൊല്യൂഷന്റെ സോഴ്സുകളായിട്ട് ഏതൊക്കെയാ വരുന്നത്? സീവേജ് വരുന്നുണ്ട്, സിന്തറ്റിക് ഡിറ്റർജന്റ് വരുന്നുണ്ട്, DDT പോലെയുള്ള ഫെർട്ടിലൈസേഴ്സും കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഓയില് മെയിൻ ആയിട്ട് വരുന്നുണ്ട്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി എങ്ങനെയാ മറൈൻ പൊല്യൂഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുക? ഇൻ കേസ് ഓയിൽ ഷിപ്പുകളൊക്കെ എന്ത് ചെയ്തു, ഓയിൽ ആകെ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് തിക്ക് ലെയേഴ്സ് ഓഫ് ഓയിലൊക്കെ മാക്സിമം ബേൺ ചെയ്ത് ഒഴിവാക്കാം. പിന്നെ ഓയിൽ ഷിപ്പൊക്കെ സിങ്ക് ചെയ്യുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതെന്ത് ചെയ്യാ, പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണ്? ആ ഓയിലൊക്കെ അനിമൽസിന്റെ ഒക്കെ ബോഡിയിൽ എന്ത് ചെയ്യും, ഒരു കോട്ടിങ് പോലെ നിന്നിട്ട് അത് അവരുടെ ഡെത്തിന് വരെ കാരണമാവും അല്ലെ. മറൈൻ പൊല്യൂഷന് ലോ ത്രൂ മാത്രമേ നമുക്ക് മറൈൻ പൊല്യൂഷനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം, മാക്സിമം പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കാം. അതൊക്കെ നമുക്ക് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഓക്കെ, ഇനി എന്താണ് നോയിസ് പൊല്യൂഷൻ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോയിസ് പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹൈ ഇന്റൻസിറ്റി സൗണ്ടുകളെയാണ് നമ്മൾ നോയിസ് എന്നുള്ള അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അതായത് നമ്മളെ ഹിയറിങ്ങിന് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് മാത്രമേ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉള്ളതുള്ളൂ അല്ലെ. അൺവാണ്ടഡ് ആയിട്ടുള്ള ഹൈ ഇന്റൻസിറ്റി സൗണ്ടുകളെയാണ് നമ്മൾ നോയിസ് എന്ന് പറയാം. സോഴ്സ് ഓഫ് നോയിസ് പൊല്യൂഷനിൽ നാച്ചുറൽ സോഴ്സസ് ഉണ്ട്, മാൻമെയ്ഡ് സോഴ്സസ് ഉണ്ട്. നാച്ചുറൽ സോഴ്സുകളിൽ വരുന്നതാണ് തണ്ടർബോൾട്ട്, നോയിസ്, ഹെവി ഡൗൺഫോൾ, വിസ്ലിംഗ് സ്റ്റോംസ് ആൻഡ് റെയിൻഫോൾ ഒക്കെ വരുന്നത് നാച്ചുറൽ സോഴ്സുകളിലാണ്. മാൻമെയ്ഡ് സോഴ്സുകളിൽ വരുന്നതാണ് ട്രാൻസ്പോർട്ട് നോയിസ്, നെയ്ബർഹുഡ് നോയിസ്, നോയിസ് ഫ്രം കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ മാൻമെയ്ഡ് നോയിസുകൾ വരുന്നതാണ്. ഓക്കെ, ഇനി ട്രാൻസ്പോർട്ട് നോയിസ് നോക്കുകയാണെങ്കിൽ എഞ്ചിൻ നോയിസ്, നോയിസ് ഫ്രം എക്സോസ്റ്റ് പൈപ്പ്, നോയിസ് ഡ്യൂ ടു ബാങ്കിങ് ഓഫ് കാർ ഡോർസ്, നോയിസ് ഡ്യൂ ടു സഡൻ ബ്രേക്ക്, നോയിസ് ഡ്യൂ ടു ഹോൺ ഒക്കെയാണ് വരുന്നത് അല്ലെ. ഇനി എയർക്രാഫ്റ്റ് നോയിസ് ഉണ്ട്, അതുപോലെ നോയിസ് ഫ്രം കൺസ്ട്രക്ഷൻ വർക്ക് ഉണ്ട്, ഇൻഡസ്ട്രിയൽ നോയിസ് ഉണ്ട്. അതൊക്കെ എന്താണ് നോയിസ് പൊല്യൂഷന് കാരണമാകുന്നുണ്ട് അല്ലെ. അതായത് സൗണ്ട് പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് നോയിസ് പൊല്യൂഷൻ കൊണ്ടുള്ള എഫക്റ്റുകൾ എന്തൊക്കെയാ വരിക? ഒരു പെർട്ടിക്കുലർ എമൗണ്ടിൽ കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നോയിസ് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഹിയറിംഗ് ലോസിന് വരെ കാരണമാകും അല്ലെ. ഓക്കെ, നമ്മുടെ നോയിസ് അപ് ടു 60 ഡെസിബിൾ വരെയുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നോർമൽ ലെവലിൽ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. നോർമൽ ലെവലിൽ രീതിക്ക്, അതായത് നോർമൽ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ വരുന്ന. ഇനി 90 ഡെസിബിളിൽ കൂടുതലായിട്ടുള്ളതിനെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അത് അത്രയും ഹൈ ലെവലിലുള്ള ഡെസിബിളിലുള്ള സൗണ്ടുകളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനിയിപ്പോ ഓവറായിട്ട് നോയിസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാ? നമ്മുടെ സ്മോൾ ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ടല്ലേ നമ്മുടെ ബോഡിയിൽ, അതൊന്നും എന്ത് ചെയ്യില്ല, പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ഫ്ലോയും കാര്യങ്ങളും ഒന്നും നടക്കില്ല. അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പിനെ അത് അഫക്ട് ചെയ്യും. സ്ലീപ്പിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവറോൾ ഹെൽത്തിനെ അത് എന്ത് ചെയ്യും, എഫക്ട് ചെയ്യില്ല. നമുക്ക് തളർച്ച ഉണ്ടാകും, നമ്മൾ ടയേർഡ് ആയിട്ട് ഫീൽ ചെയ്യും, നമ്മുടെ പെർഫോമൻസ് ഒക്കെ എഫിഷ്യൻസി ഒക്കെ കുറയാനൊക്കെ എന്ത് ചെയ്യും, ഇത് കാരണമാകും അല്ലെ. ഇനി എങ്ങനെയാ നമുക്ക് നോയിസ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുക? സോഴ്സസ് ഓഫ് അതിന്റെ സോഴ്സിൽ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതായത് സൈലൻസർ പോലെയുള്ള ഡിവൈസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫിറ്റ് ചെയ്യാം. അങ്ങനെ സോഴ്സിനെ വെച്ച് കൺട്രോൾ ചെയ്യാം. പിന്നെ ട്രാൻസ്മിഷൻ കൺട്രോൾ ഉണ്ടല്ലേ, അതായത് നമ്മുടെ റൂംസിന്റെ വാൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ സൗണ്ട് അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയൽസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, കവർ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ടു പ്രൊട്ടക്ട്
പ്രൊട്ടക്ട് എക്സ്പോസ്ഡ് പേഴ്സൺ ഓർ വർക്കേഴ്സിൽ, അതായത് ഇയർ പ്ലഗ് പോലെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പേഴ്സണിനെ നമുക്ക് ഓവർ ആയിട്ടുള്ള സൗണ്ട് കേൾക്കുന്നതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യാം അല്ലെ. പിന്നെ പ്ലാന്റേഷൻ ആൻഡ് വെജിറ്റേഷൻ, നമുക്കറിയാം ട്രീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നോയിസ് പൊല്യൂഷൻ ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്ലാന്റേഷൻ ഒക്കെ നമ്മൾ ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോയിസ് പൊല്യൂഷൻ കുറക്കാൻ വേണ്ടി പറ്റൂലെ. പിന്നെ എന്ത് ചെയ്യാം, ലോയുടെ ഹെൽപ്പോട് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നോയിസ് പൊല്യൂഷൻ കുറക്കാം. അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് ഹോൺ അടിക്കാൻ പാടില്ല, അങ്ങനെയുള്ള പെർട്ടിക്കുലർ ലോസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എയർ പൊല്യൂഷൻസ് ഒരു പരിധി വരെ, നോയിസ് പൊല്യൂഷൻ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം അല്ലെ. പിന്നെന്താ, എഡ്യൂക്കേഷനിലെ മെയിൻലി എല്ലാ പൊല്യൂഷന് നമ്മൾ നോക്കുകയാണെങ്കിലും എഡ്യൂക്കേഷൻ ആണ് മെയിൻലി വരുന്നത് അല്ലെ. നമ്മൾ പീപ്പിൾസിനെ, അതായത് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ആളുകളെ എന്ത് ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി കൊടുക്കുക. അത് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള പൊല്യൂഷൻസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. മെയിൻലി ഡിസ്കസ് ചെയ്തത് എന്താണ് ഡിഗ്രഡേഷൻ, എന്താണ് പൊല്യൂഷൻ, എന്താണ് ഹസാർഡ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. പിന്നെ എയർ പൊല്യൂഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പോൾ ഇതോടുകൂടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.